പ്രിയേ പ്രാണനെ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ആദ്യേട്ടാ. അവന് നെഞ്ചിൽ കിടന്നുകൊണ്ട് തന്നെ പ്രിയ വിളിക്കുമ്പോൾ ആദ്യ പതിയെ മൂളി. അവളൊന്നുകൂടി ശക്തിയിൽ അവനെ കുലുക്കി വിളിച്ചു. കാര്യം പറ കൃഷ്ണ. ആദ്യ അവളെ തന്നിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ കാര്യം പറയട്ടെ, നടത്തി തരുമോ? പ്രിയ അവനെ നെഞ്ചിൽ താടി കുത്തി വെച്ചിട്ട് ആകാംക്ഷയോടെ ചോദിച്ചു. കാര്യം പറയേ. നമുക്ക് ആദ്യം അവൾ പറഞ്ഞ പോലെ തന്നെ ചോദിച്ചു. അവിടുന്ന് കളിയാക്കുവാണോ? പ്രിയ കയറി വെച്ചുകൊണ്ട് തിരിഞ്ഞു കിടക്കാൻ ഒരുങ്ങി. എന്നാൽ അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നവൻ വീണ്ടും അവളെ ആ കൈക്കുള്ളിൽ ഒതുക്കി. പോവല്ലേ, മുഴുവനും പറവണേ. ആദ്യം ചിരിയോടെ അവളെ നോക്കി. സഞ്ജുവിന്റെയും നന്ദുവിന്റെയും കൂടെ നമുക്കൊന്നുകൂടി കല്യാണം കഴിച്ചാലോ? പ്രിയ അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. അന്ന് അവിടെ അങ്ങനെ ഒരു ചർച്ച കൂടി നടന്നിരുന്നു. അപ്പോൾ മുതൽ തോന്നിയ മോഹമാണ് അവൾക്ക്. ആദിക്കത് അവളുടെ അപ്പോഴുള്ള നോട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലായിരുന്നു. ഇന്ന് അവൾ ഇത് പറയുമെന്ന് അവൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇതായിരുന്നു. ആദ്യം നിരാശയിൽപ്പെട്ടതുപോലെ മുഖം ചുളിച്ചു. പിന്നെ ആദ്യം തീർത്തി. പ്രിയ അവനെ നോക്കി കണ്ണുമിഴിച്ചു. ഒന്നുമില്ല. ആദ്യം ഒരു കള്ളച്ചിരിയോടെ അവൾക്ക് നേരെ കണ്ണു ചിമ്മി കാണിച്ചു. വാഷളൻ വന്നിപ്പോ ഈ ഒരു വിചാരം മാത്രമേ സാറിനുള്ളൂ. ചുവന്നുപോയ മുഖമൊളിപ്പിക്കാൻ തിരിഞ്ഞിടുന്നോണ്ട് പ്രിയ പറഞ്ഞു. അത് പിന്നെ ഈ ടീച്ചറോടുള്ള സ്നേഹം എൻ്റെ മനസ്സിന്റെ കെട്ടുപൊട്ടിച്ചും വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഈ മോഹം വെച്ചുകൊണ്ട് കാശിക്ക് പോകാനൊക്കെ ഇല്ലല്ലോ. എൻ്റെ സ്നേഹം മുഴുവനും ഞാൻ നിന്നിലേക്ക് പകർന്നു തരുമല്ലേ. അതെങ്ങനെ വഷളത്തിലായി പോവെന്റെ പൊന്നെ. ആദ്യം അവളെ പുണർന്നുകൊണ്ട് പറയുമ്പോൾ പ്രിയ അടക്കി ചിരിച്ചു. പഞ്ചാര. അവനെ കുടഞ്ഞു മാറ്റിക്കൊണ്ട് അവൾ എഴുന്നേറ്റിരുന്നു. മുടിവാരി പിടിച്ചു കെട്ടി. ആദ്യം കട്ടിൽ ചാരി എഴുന്നേറ്റിരുന്നു. എന്താ ഇപ്പൊ കല്യാണം കഴിക്കാൻ ഒരു കൊതി? ആദ്യം പ്രിയ വലിച്ചവനോട് ചേർത്തിരുത്തിക്കൊണ്ട് ആർദ്രമായി ചോദിച്ചു. ചുമ്മാ അവരൊക്കെ അങ്ങനെ കല്യാണത്തിന് ശേഷം പറഞ്ഞു കേട്ടപ്പോൾ വെറുതെ ഞാനൊന്ന് ഓർത്തു നോക്കി. കുറേയേറെ ആളുകൾ പാട്ടും ബഹളവും നല്ലപോലെ ഒരുങ്ങി സന്തോഷത്തോടെ പരസ്പരം കാണാനുള്ള കൊതിയോടെ മുഹൂർത്തം കാത്തിരിക്കുന്ന ഞാനും ആദ്യേട്ടനും എന്ത് രസമായിരിക്കുമല്ലേ? പ്രിയ ചെറിയൊരു ചിരിയോടെ അവനെ നോക്കി. മിസ് ചെയ്തല്ലേ? ആദ്യം അവളുടെ ചിരി മങ്ങിയത് കണ്ടതും ആ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു. പക്ഷേ ഇതെൻ്റെ സ്വപ്നം മാത്രം കേട്ടോ. എനിക്കറിയാം ഒരിക്കലും ഇങ്ങനെയൊന്നും നടക്കില്ല എന്നുള്ളത്. അന്ന് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളോട് ചേരാൻ എനിക്കെന്ത് യോഗ്യതയാ? പ്രിയ വാടിയ മുഖത്തോടെ അവനെ നോക്കിയതും ആ ഹൃദയത്തിൽ അപ്പോഴുള്ള നോവറിഞ്ഞ പോലെ ആദ്യം അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. വിധി യോഗം എന്നൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കൃഷ്ണ. പക്ഷെ ഒരു കാര്യം ഞാൻ വിശ്വസിച്ചു പോകാറുണ്ട്. തമ്മിൽ ചേരേണ്ടവർ അവരിനി എത്ര അകലെയാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും അവർക്ക് ഒരുമിക്കാൻ കാലം ഒരു സാഹചര്യം കാത്തുവെച്ചിട്ടുണ്ടാവും. ചിലർക്കത് നല്ലതാണെങ്കിൽ മറ്റു ചിലർക്കത് വളരെ മോശമായതാവും, നമ്മളെപ്പോലെ. പക്ഷെ എന്തു തന്നെയായാലും അവരൊരുമിക്കുക തന്നെ ചെയ്യും, അതിലൊരു സംശയമില്ല. പ്രിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത്. ഇനി വേറെ ചിലരുണ്ട്, ഒട്ടും യോജിക്കാത്തവരുമായിട്ടാവും അവരെ ആദ്യം കോർത്ത് കെട്ടിയിട്ടുണ്ടാവുക. പക്ഷേ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് അവർക്ക് യോജിക്കുന്നവരെ തീർച്ചയായിട്ടും അവർ കണ്ടുമുട്ടും. പക്ഷേ സ്വന്തമാക്കാൻ കഴിയാത്തൊരു നിസ്സഹായതയിൽ പരസ്പരം കണ്ടില്ലെന്ന് നടിക്കുകയെ അവർക്ക് മുന്നിലൊരു മാർഗം ഉണ്ടാവും. കാരണം മറ്റൊരാൾക്ക് സ്വന്തമായതിനു ശേഷമായിരിക്കും അവർ പരസ്പരം കണ്ടുമുട്ടുന്നത് തന്നെ. അത് വെച്ച് നോക്കുമ്പോൾ കണ്ടുകിട്ടിയതും പരസ്പരം ചേർന്ന് വളരെ മോശമായൊരു സാഹചര്യത്തിലാണെങ്കിൽ കൂടി ഇപ്പോൾ നമ്മളോളം സ്നേഹിക്കുന്നവർ ഈ ലോകത്ത് തന്നെ വേറെ ആര് കാണുകടി? ആദ്യം ചോദിക്കുന്ന കേട്ടോ പ്രിയ മുഖമുയർത്തി നോക്കി ഇല്ലെന്ന് തലയാട്ടി. അത്താണ്. ആദ്യവളുടെ കവിളിൽ അമർത്തി കടിച്ചു. പ്രിയ കണ്ണുരുട്ടിക്കൊണ്ട് അവനിൽ നിന്ന് അകന്നു മാറിയിരുന്നു. അമ്മയ്ക്ക് വിളിച്ചപ്പോൾ മറ്റന്നാ വരുന്ന കാര്യം നീ പറഞ്ഞായിരുന്നു? ആദ്യം അവൾ നോക്കി ചോദിച്ചു. പറഞ്ഞല്ലോ. ആദർശിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ? ഇല്ല, അത് പറയുന്ന ആദ്യം സഞ്ജീവ് പറഞ്ഞല്ലേ. പ്രിയ അവരെ നോക്കി. തൽക്കാലം അവർ പരസ്പരം അറിയേണ്ടത് ആദ്യം പറഞ്ഞു. ഇനി ഒരിക്കലും അറിയണ്ടെന്നാണോ? പ്രിയ മുഖം ചൊളിച്ചു. അങ്ങനെ അല്ലേടി പോത്തെ, അവർക്കറിയാനുള്ള ടൈമായിട്ടില്ലെന്ന് ആദ്യ ചിരിയോടെ പറഞ്ഞു. എൻ്റെ ചേച്ചിയുടെ ഭാഗ്യക്കേടിനെ കുറിച്ച് ആദ്യമായിട്ടാ ഞാൻ ആദർശേട്ടനെ കണ്ടുമ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. എത്ര സ്നേഹമുള്ള ആളാണ്. ആ സ്നേഹം മുഴുവൻ എൻ്റെ ചേച്ചിക്ക് അർഹതപ്പെട്ടതല്ലായിരുന്നു. എന്നിട്ടും സ്നേഹം എഴുതി കാണിക്കാൻ പോലും അറിയാത്തൊരാളുടെ കൂടെ എത്ര നരകിച്ചു. പ്രിയയുടെ മുഖം വീണ്ടും മങ്ങി. ചിലതൊക്കെ അങ്ങനെയാണ് കൃഷ്ണ. നേരത്തെ പറഞ്ഞില്ലേ ഞാൻ, അവരൊരുമിച്ചാൽ അതിമനോഹരമാവും. പക്ഷെ അതിനിടയിൽ ആ സ്നേഹം പരീക്ഷിക്കപ്പെടാനുള്ള ഒരു കാരണം അങ്ങനെ കണ്ടാൽ മാത്രം മതി. കഴിഞ്ഞു പോയതിനെ ഇനിയുള്ളതാണ് അവർക്ക് മുമ്പിലെ ജീവിതം. അവിടെയാണ് അവരുടെ സന്തോഷവും സമാധാനവും. തീർച്ചയായും അവരതിൽ എത്തിപ്പെടുക തന്നെ ചെയ്യും. കുഞ്ഞൊരു ചിരിയോടെ ആദ്യം പറഞ്ഞു. പക്ഷെ ചേച്ചി, എനിക്കത് ഓർക്കുമ്പോൾ ടെൻഷനുണ്ട്. ഇനിയൊരു ജീവിതം ഓർക്കാൻ തന്നെ പേടിയാവും അവൾക്ക്. പ്രിയ തൻ്റെ ആശങ്ക പങ്കുവെച്ചു. അതേ ടെൻഷൻ എനിക്കുണ്ട്. പൊട്ടിത്തെറിച്ച് നടക്കുന്നവർ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അവരെ കീഴ്പ്പെടുത്താനുള്ള വഴികൾ അവർ തന്നെ നമുക്ക് മുന്നിലേക്ക് ഇട്ടുതരും. ഇവിടെ പത്മ ക്ഷമ ആയുധമാക്കിയവളാ. അങ്ങേയറ്റം സഹിക്കാൻ പഠിച്ചവളാ. എന്തും ശാന്തമായി നേടാൻ തീരുമാനിച്ചവളാ. അവിടെ ആ മനസ്സിനെ ഭയക്കണം.
ആദ്യം അവൻ മനസ്സിലുള്ളത് പറഞ്ഞു. പ്രിയയുടെ മുഖം തീർത്തും മങ്ങിപ്പോയിരുന്നു. കൂടപ്പിറപ്പിനൊരു നല്ല ജീവിതം എന്നത് ആദർശിനെ കണ്ടത് മുതൽ അവളുടെ ഏറ്റവും വലിയ സ്വപ്നമായി മാറിയിരുന്നു. ആ താനിങ്ങനെ ഡസ്പാവിലെ കൃഷ്ണ, ആദർശം എടുക്കണ. പത്മ എത്ര താഴ്ത്തു കൂട്ടിയാലും അവൻ ആ മനസ്സിൽ കയറി പറ്റും. എനിക്ക് ഉറപ്പുണ്ട്. അത്രമാത്രം അവൻ നിന്റെ ആ പാവം ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം തന്നെയാണ് അവനറിയാവുന്ന മാജിക്. അതിനു മുന്നിൽ അധികം നമ്മുടെ ചേച്ചി പെണ്ണ് ബലം പിടിച്ച് നിൽക്കില്ല. ആദ്യ പ്രിയയുടെ മൂക്കിൽ പിടിച്ചൊലിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ പറഞ്ഞു കേട്ടതും അവളുടെ മുഖമൊന്ന് അല്പം തെളിഞ്ഞു. മാളുവിനെ ഓർത്ത് എനിക്ക് ടെൻഷനില്ല, അവള് ഹാപ്പിയാ, പ്രിയ ചിരിയോടെ പറഞ്ഞു. എന്ന് അവള് പറഞ്ഞു. ഇല്ല, പക്ഷെ കാണുമ്പോൾ തന്നെ അറിയാലോ ഷെമീർക്കയുടെയും ദോമോളുടെയും കൂടെ അവൾ എത്ര ഹാപ്പിയാണെന്ന്. ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട് അവിടെ അരികിൽ നിൽക്കുമ്പോൾ. പ്രിയ പറഞ്ഞത് ആദ്യം തലയാട്ടി സമ്മതിച്ചു. അമ്മയും പത്നിയും തിരികെ വന്നാലും അവളിനി അവരെ വിട്ട് വരുമെന്ന് തോന്നുന്നില്ല. അത് ഉറപ്പല്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞേ? പ്രിയ നെറ്റി വിളിച്ചു. അതവരെ കാണുമ്പോൾ തന്നെ അറിയില്ലേ കൃഷ്ണ, അത്രമാത്രം അടുപ്പത്തിലാണ് അവരുള്ളതെന്ന്. ആദ്യമായിട്ടും പറയുന്നത് അവർ തമ്മിൽ ഇഷ്ടത്തിൽ. പാതിയിൽ നിർത്തിയ പ്രിയ ആദ്യയെ നോക്കി. അങ്ങനെ അല്ലടി കൃഷ്ണ, പ്രത്യക്ഷത്തിൽ അവർ തമ്മിൽ ഇപ്പോഴൊന്നുമില്ല. പക്ഷേ ആദ്യ ഗൂഢമായൊരു ചിരിയോടെ അവളെ നോക്കി. പക്ഷേ മുഴുവനും പറയാങ്ങോട്ട്. പ്രിയ ആകാംക്ഷ സഹിക്കാൻ കഴിയാതെ അവന്റെ തോളിലടിച്ചു. ഭാവിയിൽ അങ്ങനെ ഒരു ഇഷ്ടം വന്നുകൂടാന്നില്ലല്ലോ കൃഷ്ണ. തോളിൽ ഒഴിഞ്ഞുകൊണ്ട് ആദ്യം പറയുമ്പോൾ പത്മയെയും ആദർശിനെയും വിട്ടിട്ട് പിന്നെ മാളുവിനെയും ഷെമീറിനെയും പിറകെയായിരുന്നു. അവരുടെ നോട്ടത്തിലും വാക്കിലും പ്രവർത്തനങ്ങളിലുമെല്ലാം അറിയപ്പെടാത്തൊരു ഇഷ്ടം ചികഞ്ഞലഞ്ഞു. ആദ്യം സ്നേഹം നിറഞ്ഞൊരു ചിരിയോട് അവളുടെ നേരെ നോക്കിയിരുന്നു. അവരന്ന് ചെല്ലാമെന്ന് പറഞ്ഞിരുന്നുകൊണ്ട് സുജയും പത്മയും രാവിലെ മുതലുള്ള കാത്തിരിപ്പിലാണ്. അവരുടെ തലേന്ന് മുതലുള്ള സന്തോഷം കണ്ടിട്ട് വരുന്നവരത്രയും പ്രിയപ്പെട്ടവരാണെന്ന് അവിടെയുള്ളവരെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അതിനാൽ തന്നെ ആദിയുടെ കാറ് വന്നിർത്തിയ ഉടനെ തന്നെ സുജയ്ക്കും പത്മയ്ക്കുമൊപ്പം ആ ഹോസ്പിറ്റലുണ്ടായിരുന്ന ഏറെക്കുറെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. നന്ദുവിനെ കൂടെ കൂട്ടിയിരുന്നു. ആദ്യമായി കാണുന്നതിന്റെ പകപ്പ് വിടുമുന്നേ തന്നെ നന്ദുവും ദോമോളും അവർക്കൊപ്പം ആ സന്തോഷത്തിലേക്ക് എടുത്തെറിയപ്പെട്ടിരുന്നു. അതൊരു ഹോസ്പിറ്റലാണെന്നും തങ്ങൾ രോഗികളാണെന്നും അവരിൽ പലരും ആ സമയം ഓർത്തുപോലുമില്ല. അസുഖം പോലും മറന്നുകൊണ്ട് മറ്റുള്ളവർ അവർക്കൊപ്പം ചേരുകയായിരുന്നു. പത്മ അന്ന് രാവിലെ വരുമെന്ന് പറഞ്ഞവരെ കാണാൻ ഡോക്ടർമാരും നഴ്സുമാരും കൂടി വന്നുപോയി. എല്ലാം കൊണ്ട് സന്തോഷം മാത്രം നിറഞ്ഞൊരു ദിവസം. പത്മയ്ക്ക് കാര്യമായ മാറ്റങ്ങൾ പ്രകടമായി തന്നെ കാണുന്നുണ്ടായിരുന്നു. എന്നിട്ടും ആദ്യം പോയി അവളുടെ ഡോക്ടറെ നേരിട്ട് പോയി കണ്ടിട്ട് പത്മയുടെ കാര്യത്തിലെ പുരോഗതി അന്വേഷിക്കാനും മറന്നില്ല. വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ തന്നെ പത്മ സുഖം പ്രാപിച്ചു വരുന്നുണ്ട്. അധികം വൈകാതെ തന്നെ നടന്നുകൊണ്ട് പത്മക്ക് അവിടം വിടാമെന്ന് ഡോക്ടർ ഉറപ്പു പറഞ്ഞത് അവരുടെ എല്ലാം സന്തോഷം ഇരട്ടിയാക്കി. വരുമ്പോൾ ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൂടിയുണ്ടെന്ന് പ്രിയ പറയുമ്പോൾ സുജയ്ക്കും പത്മയ്ക്കുമൊപ്പം മാളു കൂടി ആകാംക്ഷയിലായിരുന്നു. മാളുവിന്റെ ഹൃദയം തകർക്കാൻ കേൾപ്പുള്ള ഒരു കഥയാണ് ആദർശിന് പറയാനുള്ളതെന്നറിയാവുന്നതിനാൽ അവൻ ആദിയുടെയും സഞ്ജുവിന്റെയും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ എന്നതിൽ കവിഞ്ഞ് അവൾക്ക് മറ്റൊന്നും അറിയില്ല. കാര്യം പറയാൻ പത്മയും സുജയും ഒരുപാട് പറഞ്ഞെങ്കിലും ആദിയുടെയും സഞ്ജുവിന്റെയും നോട്ടം കണ്ടതും പ്രിയ ഒരു വിധത്തിലും പിടികൊടുത്തതുമില്ല. ദോമോള് വന്നപ്പോൾ അപരിചിത്വം മാറിയതും ഒരു പൂമ്പാറ്റയെ പോലെ അവിടെ തുള്ളി നടപ്പുണ്ട്. ആദിക്കും സഞ്ജുവിനൊപ്പം ചേരുന്ന ഷമീർ തികച്ചും പുതിയൊരാളാണെന്നുള്ളത് മാളു ആദിയുടെ വീട്ടിൽ വെച്ച് തന്നെ മനസ്സിലാക്കിയതാണ്. അന്ന് വൈകുന്നേരം വരെയും അവിടെയുള്ള ഓരോ നിമിഷം ആഘോഷമാക്കിയാണ് അവർ തിരികെ പോവാനിറങ്ങിയത്. വിട്ടുപിരിയാനുള്ള ഉള്ളിലെ വിങ്ങൽ മനഃപൂർവ്വം അവരെല്ലാം മറച്ചു പിടിച്ചു. ഇനി അടുത്ത ആഴ്ച ഉറപ്പായി വരണമെന്ന് സുജയും പത്മയും പോലെ അവിടെയുള്ളവരിൽ പലരും അവരോട് സ്നേഹത്തോടെ ആവശ്യപ്പെട്ടത് ഹൃദയത്തിൽ നിറച്ചുകൊണ്ടാണ് തിരികെ മടങ്ങിയത്. തിരിച്ചുള്ള യാത്ര മൗനം കട്ടെടുത്തുകൊണ്ടുപോയിരുന്നു. സഞ്ജു പോലും ആ മൗനത്തിന്റെ തടവറയിൽപ്പെട്ട പോലെ വഴിയറിയാതെ അലഞ്ഞു തിരിഞ്ഞു. അവന് നെഞ്ചിൽ ഉറങ്ങിക്കിടക്കുന്ന ദുവാമോളുടെ ചുണ്ടിലുള്ള ചിരിക്ക് കഴിഞ്ഞുപോയ നിമിഷങ്ങളുടെ മാധുര്യമുണ്ടായിരുന്നു. യോ ഇവിടെ തോറ്റി? വീടിന്റെ മുമ്പിൽ കൂടി നിൽക്കുന്ന ആളുകളെ കണ്ടതും സഞ്ജു നെഞ്ചിൽ കൈവച്ചുകൊണ്ട് വേവലാതിയോടെ ചോദിച്ചു. കൂടെയുള്ളവർക്കെല്ലാം അതേ ഭാവം തന്നെയാണ്. എടാ നിർത്തട്ടെ. കാറ് വീടിനുള്ളിലേക്ക് കയറ്റാതെ റോഡരികിൽ തന്നെ ഒതുക്കുന്നതിനിടെ ഡോർ തുറന്നിറങ്ങാൻ ശ്രമിക്കുന്ന സഞ്ജുവിന്റെ നേരെ നോക്കി ആദി ശാസനയോടെ പറഞ്ഞു. ഷമീറിനെയും മാളുവിനെയും ടൗണിൽ ഇറക്കിയിരുന്നു. അവിടെ അവന്റെ കാർ നിർത്തിയിട്ട് ഒരുമിച്ച് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് ആദിയുടെ കൂടെയാണ് അവരും പത്മയും സുജയും കാണാൻ പോയത്. ഡോർ തുറന്നിറങ്ങി മുന്നോട്ടോടുന്ന സഞ്ജുവിനോടൊപ്പം ഓടും മുന്നേ നന്ദുവിനെ ശ്രദ്ധിച്ചുകൊണ്ട് വാ കൃഷ്ണ എന്ന് പറയാനും ആദ്യം മറന്നില്ല. അവൾക്ക് ഇപ്പോഴും സ്പീഡിൽ നടക്കാനായിട്ടില്ല. നാട്ടുകാർ പിരിച്ച പൈസ എടുത്തുകൊണ്ട് കുടുംബം നടത്തേണ്ട ഗതികേട് ഇപ്പോഴും എനിക്കവനും വന്നിട്ടില്ല. അതോർത്ത് സംസാരിക്കാൻ ശ്രമിക്കുക. മാധവ് മാഷിന്റെ ഉയർന്ന സ്വരമാണ് സഞ്ജുവിനെ ആദ്യം സ്വാഗതം ചെയ്ത് തന്നെ. അവർക്കൊന്നും മനസ്സിലായില്ല. രണ്ടുപേരും പരസ്പരം നോക്കി. എന്തുണ്ടായി? സഞ്ജുക്ക് എതപ്പോടെ ചോദിച്ചു. സീറ്റൗട്ടിൽ തളർന്നൂങ്ങിയിരിക്കുന്ന ബാലമാഷി നേരെയാണ് അവന്റെയും ആദിയുടെയും കണ്ണുകൾ ചെന്നെത്തിയത്. കാര്യമായിട്ടെന്തോ സംഭവിച്ചു കഴിഞ്ഞെന്ന് ആ ഒറ്റയിരിപ്പിൽ തന്നെ മനസ്സിലാവും. അത്രത്തോളം തകർന്നൊരവസ്ഥയിൽ ഇന്നോളം അച്ഛനെ കണ്ടിട്ടില്ലല്ലോ എന്നതാണ് കൂടിയ ഹൃദയമിടിപ്പോടെ സഞ്ജു ഓർത്തത്. വല്ലാത്തൊരു നോവനെ പൊള്ളിച്ചു ആ കാഴ്ച കണ്ടത് മുതൽ. അതെ, ആരെങ്കിലും ഒന്ന് പറഞ്ഞാ? ഇതെന്താ ആരൊന്നും മിണ്ടാത്ത്? എന്താ ഉണ്ടായത്? എന്തിനാ നിങ്ങളിവിടെ വന്നിട്ട് ബഹളം വെക്കുന്നത്? ആദ്യ അക്ഷമയോടെ കൂടി നിൽക്കുന്നവർ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. അപ്പോഴും അവരാരും മിണ്ടിയില്ല.
പകരം പുച്ഛത്തോടെ ആദിയെയും സഞ്ജുവിനെയും നോക്കി. എന്താ മുത്തച്ഛ, നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞാ എന്താ ഇവിടെ ഉണ്ടായേ? ഇവരെന്താ ഈ പറയുന്നത്? ആദിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ മാധവൻ മാഷും അവനുള്ള ഉത്തരം കൊടുക്കാത്ത തലകുനിച്ചിരിക്കുന്ന കാണി ആദി നിസ്സഹായതയോടെ സഞ്ജുവിനെ നോക്കി. ഞങ്ങളിവിടെ വരും മുന്നേ അടുത്ത പഞ്ചായത്ത് വരെയും കേൾക്കായിരുന്നല്ലോ നിങ്ങളുടെ പ്രസംഗം. ഇപ്പോഴെന്തേ നിങ്ങൾ നാക്കിറങ്ങിപ്പോയോ? കാര്യം നിങ്ങൾ പറയാതെ അറിയാൻ ഞങ്ങൾക്ക് ജ്ഞാനദൃഷ്ടിയൊന്നുമില്ല. അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് വാതുറന്ന് പറയൂ. വളരെ ഉച്ചത്തിൽ ദേഷ്യത്തോടെ സഞ്ജു അത് ചോദിച്ചതും പ്രിയക്കൊപ്പം അങ്ങോട്ട് പതിയെ വന്നിരുന്ന നന്ദുവും അവളെ ചേർത്ത് പിടിച്ച പ്രിയൻ ഞെട്ടിവറച്ചു പോയി. അത് മനസ്സിലാക്കിയ ആദി രണ്ടുപേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ സിറ്റ് ഔട്ടിലേക്ക് കൊണ്ട് ചെന്നിരുത്തി. അവിടെ അവരെല്ലാവരും ഉണ്ട്. കരഞ്ഞു കലങ്ങിയ കണ്ണോടെ നിൽക്കുന്ന അളിനി അവരെ നോക്കി വിരുമ്പി. ലക്ഷ്മി, അജുവും അപ്പുവും എല്ലാം ഒരു മരവിപ്പിൽപ്പെട്ട പോലെ. എന്താ എന്താ പ്രശ്നം? ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും? ആദ്യം അവരെ ഓരോരുത്തരെയും നോക്കി. അമ്പലത്തിലെ ഉത്സവം നടത്താൻ കമ്മിറ്റി പിരിച്ചെടുത്ത ലക്ഷങ്ങൾ നിന്നെ തന്ന മുക്കി, അതിന്റെ കാര്യം. സഞ്ജുവിന്റെ തൊട്ടരികിൽ നിന്ന് ഒരുത്തൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ബാലമാഷി കണ്ണുകൾ ഇറുക്കി അടച്ചു. ഇനി അവരുടെ ചോദ്യം കൂടി നേടാൻ വയ്യുന്ന പോലുള്ള ആ നിസ്സായാവസ്ഥ അത് കണ്ട് സഞ്ജുവിന്റെ രക്തം നിറച്ചു. എന്റെ അച്ഛൻ ആ കാശെടുത്ത് നീ കണ്ടോടാ? പിന്നിൽ നിൽക്കുന്നവരുടെ നേരെ വെട്ടി തിരിഞ്ഞുകൊണ്ട് അവനെ ചോദിക്കുമ്പോൾ ദേഷ്യം കൊണ്ട് ആ കണ്ണുകൾ കലങ്ങി ചുവന്നു പോയിരുന്നു. ഇല്ല, ഇവരെല്ലാം പറഞ്ഞു. സഞ്ജുവിന്റെ നോട്ടം കണ്ടതും അവനൽപ്പം പതറിക്കൊണ്ട് പറഞ്ഞു. എന്റെ അച്ഛൻ അങ്ങനെ ചെയ്യില്ല. മരിക്കേണ്ടി വന്നാൽ പോലും അർഹതയില്ലാത്തൊരു ചില്ലി കാശ് പോലും ആ മനുഷ്യൻ മോയിക്കൂടിയില്ല. പിന്നെയല്ലേ നീ ഇപ്പൊ പറഞ്ഞ ഈ ലക്ഷങ്ങള്? അങ്ങേയറ്റം പുച്ഛത്തോടെ എന്നാൽ ആത്മാവിന് ആഴമോളം എത്തിയ വിശ്വാസത്തിൽ സഞ്ജു അത് പറഞ്ഞു കേട്ടതും ബാലൻ മാഷി ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്നു. ഇന്നോളം അവനൊരു പുൽക്കൊടിയുടെ വില കൊടുത്തുകൊണ്ട് പോലും പരിഗണിക്കാതിരുന്നതിന്റെ പക തീർക്കുമെന്ന് കരുതിയെടുത്തു നിന്നും അവൻ തനിക്ക് വേണ്ടി സംസാരിക്കുന്നു. ഈ കൂടി നിൽക്കുന്നവരിൽ ആർക്കുമില്ലാത്തത്രയും വിശ്വാസത്തോടെ അവൻ തനിക്ക് വേണ്ടി സംസാരിക്കുന്നു. ബാലൻ മാഷി വീണ്ടും കണ്ണുകൾ ഇറുക്കി അടച്ചത് അത്രയും ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും താൻ പൊട്ടിക്കരഞ്ഞു പോകുമോ എന്നൊരു ഭയം കൊണ്ടായിരുന്നു. ഇവരിങ്ങനെ കുറ്റം ആരോപിച്ചപ്പോൾ പോലും തോന്നാത്ത അത്രയും വേദന അതിപ്പോഴാണെന്ന് അയാൾക്ക് തോന്നി. പിന്നെ ആ കാശോടെ പോയി. ഉത്സവ കമ്മിറ്റി പിരിച്ചെടുത്ത് മുഴുവനും അന്ന് തന്നെ നിന്റെ പുന്നാറച്ചനെ കൈയോടെ ഏൽപ്പിച്ച. ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ ചോദിക്കുന്നു. പക്ഷെ അത് കാണുന്നില്ല എന്നുള്ളൊരു മുട്ടുന്യായം പറയുന്ന നിന്റെ അച്ഛനെ ഇനി ഞങ്ങൾ വിശ്വസിക്കണം എന്നാണോ? അതിന് ഞങ്ങളാരും വിഡ്ഢികളല്ലല്ലോ മോനെ. അവരെല്ലാവരും സഞ്ജുവിനെ പുച്ഛത്തോടെ നോക്കി. അവരൊന്നും തിരിഞ്ഞിട്ട് ബാലമാഷെ നോക്കി. അങ്ങേയറ്റം പരീക്ഷീതമായ ഒരു രൂപം. അവനങ്ങനെയാണ് തോന്നിയത്. നിങ്ങളുടെ ഉത്സവ കമ്മിറ്റിയിൽ ആദ്യമായിട്ടില്ലല്ലോ എന്റെ അച്ഛൻ സെക്രട്ടറി ആവുന്നത്. സഞ്ജു അവർക്ക് നേരെ തിരിഞ്ഞു. അല്ല, നിന്റെ അച്ഛൻ തന്നെയാവും എല്ലാ പ്രാവശ്യവും സെക്രട്ടറി. എന്നിട്ട് ഇന്നുവരേക്ക് നിങ്ങളുടെ കാശ് ഒരു അണ പോലും കുറഞ്ഞിട്ടുണ്ടോ? ബാലമാഷ അതെടുത്ത് സ്വന്തം കാര്യം നടത്തിയെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? സഞ്ജുവിനരികിലേക്ക് വന്നിട്ട് ആദ്യം ചോദിച്ചു. ഇല്ല, നിങ്ങൾ കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റെടുത്തേണ്ട ആ മനുഷ്യൻ ഇക്കണ്ട കാലം വരെയും ഭംഗിയായി ചെയ്തു തീർത്തിട്ടില്ലേ? ആദ്യ ദേഷ്യത്തോടെ ചുറ്റും നോക്കി. രാവും പകലിലാ എന്റെ അച്ഛന് വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുന്നത് നിങ്ങളും കണ്ടിട്ടില്ലേ? സഞ്ജുവും കലിയോടെ കൂടി നിൽക്കുന്നവരെ നോക്കി. എന്നിട്ടൊരു പ്രതിസന്ധി വന്നപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ എന്റെ അച്ഛൻ ഒന്നിനും കൊള്ളാത്തവനായി. നിങ്ങളുടെ ഒന്നും നക്കാപ്പിച്ച കാശ് കിട്ടിയിട്ട് വേണ്ട ബാലകൃഷ്ണ മാഷിനെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ. ആവുന്ന കാലത്ത് അന്തസ്സായി കഷ്ടപ്പെട്ട് തന്നെ ആ മനുഷ്യൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ആയുസ് തീരുവോളം ആരുടെ മുമ്പിലും കൈ നീട്ടാതെ തന്നെ രാജാവിനെ പോലെ ഇരുന്ന് തിന്നാനുള്ളത്രയും. എന്നിട്ടാ സഞ്ജു രോഷം കൊണ്ട് നിന്ന് വിറക്കുന്ന പോലെയാണ്. അവന് അന്ന് വരെ അങ്ങനെ ഒരു വീര്യത്തോടെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അവിടെയുള്ളവർക്കെല്ലാം ഒരു സ്തംഭനാവസ്ഥയാണ്. പിന്നെ ആ കാശ് എവിടെ പോയി? അതിന് ഉത്തരം വേണ്ടേ? അതാരുടെയും സ്വന്തമല്ലല്ലോ. അമ്പലത്തിലെ ഉത്സവത്തിന് വേണ്ടി പിരിച്ചെടുത്തല്ലേ. അതിനെന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? അതിന് ഈ നാട്ടുകാർക്ക് അവകാശമല്ലേ? ഇനി അതും തെറ്റാണോ? സഞ്ജുവിനെ നോക്കി കൂട്ടത്തിൽ നിന്നൊരാൾ ചോദിച്ചു. തീർച്ചയായിട്ടും അവകാശമുണ്ട്. അതിന് ഉത്തരം പറയേണ്ട ഇവരുടെ കടമയാണ്. പക്ഷെ ചോദിക്കേണ്ട രീതി ചോദിക്കണം. അപ്പോഴേ മര്യാദക്കുള്ള ഉത്തരം കിട്ടൂ. ആദ്യം എപ്പോഴും ദേഷ്യം വിട്ടിട്ടില്ല. നിങ്ങളുടെ കാശിന് എന്ത് പറ്റിയെന്ന് എനിക്കൊരു സംശയമുണ്ട്. 15 മിനിറ്റ് കൊണ്ട് ഞാൻ തിരികെ വരും. അപ്പോഴും നിങ്ങളുടെ കാശ് നഷ്ടപ്പെടുന്ന എനിക്ക് തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ അച്ഛൻ നഷ്ടപ്പെടുത്തി നിങ്ങൾ ആരോപിക്കുന്ന ആ കാശ് അത് ഞാൻ കൊണ്ടുതരും. നിങ്ങൾ പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് ഈ സഞ്ജയ് ബാലകൃഷ്ണൻ കൊണ്ടുവന്നു തരും. അതുവരെ ഇവിടുന്ന് ഒരു അക്ഷരം നിങ്ങൾ മിണ്ടാൻ പാടില്ല. ഇനി കൊരക്കാൻ നിൽക്കാൻ ഒട്ടും പറ്റില്ലെന്ന് തോന്നുന്നവർ വീട്ടുമുറ്റം ഇറങ്ങിയിട്ട് ദേ ആ റോഡിലേക്ക് മാറി നേക്കണം. ഇല്ലേ? സഞ്ജു പല്ലടിച്ചുകൊണ്ട് ചുറ്റും നോക്കി. ആരും ഒന്നും മിണ്ടിയില്ല. വാ, ആദ്യം വിളിച്ചുകൊണ്ട് സഞ്ജു ധൃതിയിൽ റോഡിലേക്ക് ഇറങ്ങിപ്പോയി. 2-3 ദിവസമായിട്ട് ഫുള്ള് യാത്രയല്ലേ, അതാ അതിനത്ര ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഷമീർക്ക. നേരത്തെ ഒരു ചിരിയോടെ ധൂമോടെ നെറ്റിയിൽ നനഞ്ഞൊരു ടവൽ നനച്ചിരുന്നതിനിടെ മാള് സ്വാന്തനം പോലെ പറഞ്ഞിട്ടും ഷമീറിന്റെ മുഖം തെളിഞ്ഞില്ല. സാമാന്യം നല്ല രീതിയിൽ പനിയുണ്ട് ധൂമോൾക്ക്. ജലദോഷത്തിൻ്റെതാണ്. കയ്യിലുള്ള മരുന്നെല്ലാം കൊടുത്തിട്ട് മാളോടെ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ പനി ചെറുതായി കുറഞ്ഞു തുടങ്ങി. പെച്ചിവരെ കരയ്ക്കുവോ? എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയ ഷമീറിന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ധൂമോള് ചോദിക്കുമ്പോൾ വെട്ടിലായതുപോലെ ഷമീറിന്റെ മുഖം വിളറി. മാളവിയുടെയും മോളുടെയും കിടപ്പെല്ലാം ഇപ്പോൾ ഏറെക്കുറെ ഒരുമിച്ചാണ്. പക്ഷെ അവൾ ഉറങ്ങിക്കഴിഞ്ഞ് എത്ര വൈകിയാലും ഷമീറിന്റെ അരികിൽ അവളെ കൊണ്ട് കിടത്തിയിട്ടേ മാൾ ഉറങ്ങാറുള്ളൂ. ഒറ്റക്കായി പോയ അച്ഛന്റെ മനസ്സിനെ അവൾക്കറിയാം. മകളെന്ന ഒറ്റ മന്ത്രത്തിൽ മാത്രം വേദനകൾ മറക്കാൻ ശ്രമിക്കുന്ന ആ സാധുവിനോട് അവൾക്ക് അലിവാണ്, സഹതാപമാണ്. അത് ശരിയാവല്ലോ കുഞ്ഞൂസേ, ഇത് മോളുടെ ആന്റിയുടെ റൂമല്ലേ, നമുക്ക് ഉപ്പച്ചിയുടെ മുറി പോയിട്ട് ഒന്നിച്ചിട്ട് കിടക്കാലോ. ഷമീർ അനുനയം പോലെ പറഞ്ഞിട്ടും ആ വാശിക്കാരി വഴങ്ങിയില്ല.
എപ്പോഴും ഇല്ലെങ്കിലും ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ധോമോൾക്ക് വല്ലാത്ത വാശിയാണ്. സാല ഷമീർക്ക, ഇവിടെ തന്നെ കിടന്നോളൂ, വെറുതെ കുഞ്ഞിനെ കരയിപ്പിക്കല്ലേ, തലവേദന കൂടും. മാള് ധോമോൾ തലവടിക്കൊണ്ട് മറു സൈഡിൽ നിന്ന് പറഞ്ഞതും ഒന്നുകൂടി അറച്ചു നിന്ന ശേഷം ധോമോൾ ഒരു വിജയശ്ശേരിയോട് അവനെ നോക്കി. ആ ചിരിയിലേക്ക് നോക്കി പിന്നെയൊന്നും പറയാൻ തോന്നാത്തതുകൊണ്ട് തന്നെ ഷമീർ വേഗം അവളുടെ അരികിലേക്ക് കിടന്നുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണടച്ച് കിടന്നു. മാളുവിന് എഴുന്നേറ്റ് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ധോമോൾ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് ഉറക്കം കാത്തിടക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് അവിടെ ഇരിക്കേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ യാത്രാക്ഷീണം തളർത്തിയുകൊണ്ട് തന്നെ അധിക നേരം ആ ഇരിപ്പ് തുറന്ന് അവൾക്കായില്ല. ധോമോൾക്കരിയെ ചാഞ്ഞിടക്കുമ്പോൾ ഉറക്കാവളെയും കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു. അക്ഷമരായി പുറത്തു നിൽക്കുന്ന സഞ്ജുവിനെ ആദ്യം കണ്ടതും സുഗുണന്റെ മുഖം പ്രേതത്തെ കൺമുമ്പിൽ കണ്ട പോലെ വിളറി വെളുത്തു. ഞൊടിയിട കൊണ്ട് രക്തമയം പറ്റിയ ആ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുന്നവർക്ക് ആ പരിഭ്രമം ഒറ്റ നോട്ടത്തിൽ നിന്നും മനസ്സിലായതുമാണ്. സുഗുണൻ ചേട്ടാ, കൂടുതൽ സംസാരത്തിനൊന്നും നേരമില്ല. ഞാനും ഇവനിപ്പോൾ അതിന് പറ്റിയ അവസ്ഥയിലും അല്ല. അമ്പലത്തിൽ ഉത്സവം നടത്താൻ പിരിച്ചെടുത്ത് തുക എൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയ സുഗുണൻ ചേട്ടനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞങ്ങളിപ്പോൾ ചേട്ടൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അധികം മോട കാണിക്കാതെ ആ കാശെടുത്തെന്നാ ചേട്ടനെ തടികേടാവില്ല. ശാന്തതയെ ഒളിപ്പിച്ച് പിടിച്ച് അരങ്ങാത്ത കലിയോടെ സഞ്ജു അത് പറയുമ്പോൾ ഇറങ്ങിയോടാനുള്ള പഴുതുകൾ തേടുകയാണ് സുഗുണന്റെ കണ്ണുകൾ. പിടിക്കപ്പെട്ടു എന്ന് ഉറപ്പായിട്ടും രക്ഷപ്പെട്ടു പോകാനൊരു അവസാന ശ്രമം പോലെ. പക്ഷെ തള്ളിമാറ്റിയാൾ മുന്നോട്ട് ഓടും മുമ്പേ ആ നീക്കം മുൻകൂട്ടി കണ്ട പോലെ ജാഗ്രതയോടെ നിന്നിരുന്ന ആദ്യയാളെ ചവിട്ടി വീഴ്ത്തി. അവന് തടയാൻ കഴിയും മുമ്പേ സഞ്ജു ആളെ വലിച്ചുകൊണ്ട് ഇടവഴിയും കിടന്ന് റോഡിലേക്ക് പോയിരുന്നു. അകത്തുള്ള അയാളുടെ കുടുംബം അവരൊന്നും അറിയരുതെന്ന് തോന്നൽ. കാരണം ആ അകത്തു നിന്നും കുഞ്ഞുമക്കളുടെ അടക്കം ശബ്ദം കേൾക്കുന്നുണ്ട്. കാറിനടുത്തെത്തിയ നിമിഷം അവിടെ ആൾക്കൂട്ടത്തിന് കൊടുക്കാൻ കരുതിയ പാരിതോഷ്യം കൂടി സഞ്ജു സുഗുണന് കൊടുത്തു തീർത്തു. ആദ്യം പിടിച്ചു മാറ്റിയിട്ടും നിൽക്കാതെ സംഹാരഭാഗത്തിൽ നിറഞ്ഞാടുന്നതിന് മുമ്പിൽ അനങ്ങാൻ കൂടി കഴിയാത്ത വിധം സുഗുണൻ തളർന്നു കിടന്നു. പറയടാ, കാശെവിടെ? എന്റെ അച്ഛൻ നാട്ടുകാർക്ക് മുമ്പിൽ കള്ളനെ പോലെ തലവിന് ശില്പുണ്ട്. നീയാണതിന് കാരണം. വാ തുറന്ന് പറയടാ, കാശെവിടെയെന്ന്. ഇല്ലെങ്കിൽ ഇവിടെ ഇട്ട് കൊല്ലുന്നിനെയാ. സഞ്ജു ശ്വാസം പോലും വിടാൻ സമയം നൽകാതെ സുഗുണനെ പദം വരുത്തുകയാണ്. നീ അവനെ വിട്, എന്താണെങ്കിലും പറയാനുള്ള അവസരം അവന് കൊടുക്കുക. ആദ്യ ബലമായി തന്നെ സഞ്ജുവിനെ പിടിച്ചടക്കി. കുറച്ച് വെള്ളം. താഴ്ക്കിടന്ന് പുളയുന്ന സുഗുണൻ കേഴും പോലെ പറഞ്ഞു കേട്ടതും സഞ്ജു വീണ്ടും കുതിരി. വെള്ളം മാത്രമല്ലടാ, നിനക്ക് ഞാൻ ബിരിയാണി കൂടി തരാം. മര്യാദ കാശ് എവിടെ പറയടാ. സഞ്ജു അലറിയതും സുഗുണൻ അവനെ ഭയത്തോടെ നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.